ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് രാവിലെ തന്നെ ചായക്ക് വെച്ചാണ്. രാവിലെയല്ല, ഇച്ചിരി വൈകി എണീറ്റത്. ഇക്കാക്ക് വെളുപ്പിനെ പോകണമായിരുന്നു. അപ്പോൾ ആയിരോന് പാലും കൊടുത്ത് പിന്നെ കിടന്നപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഇത്തിരി വൈകി എണീറ്റത്, എന്നാലും കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് മനസ്സിലായി കാണും. മിക്കവരുടെ വീട്ടിലും ഇച്ചിരി വലിയ പാത്രത്തിൽ പഞ്ചസാര, അരിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ചെറിയ പാത്രത്തിലേക്ക് പകർത്തിയെടുക്കുമല്ലോ, അങ്ങനെ ചെയ്തതാണ് ഇപ്പോൾ പഞ്ചസാര. അപ്പോൾ അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കാറുണ്ട്. എന്നുവെച്ചാൽ വൈകിടക്കിടക്ക് ഒരു ഇത് വരും. പിന്നെ അത് രാവിലെ കുടിക്കാറുണ്ട്. ഒക്കെ പോയ ടൈമിങ്ങിൽ കുടിച്ചായിരുന്നു. പിന്നെ ഇതിപ്പോൾ രണ്ടാമത് ഉറങ്ങി എണീറ്റതാണല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും വെള്ളം കുടിച്ചു. അപ്പോൾ അയറുമാക്കും ബ്രൂനും ബൂസ്റ്റാണ് ഇഷ്ടം കൂടുതലും. അപ്പോൾ ബൂസ്റ്റ് ഉള്ളപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുക്കും, അല്ലാതെ അപ്പോൾ പാൽ കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കുള്ള പാലും മാറ്റി എന്നിട്ടാണ് ഞാനെനിക്ക് ചായ വെക്കാറ്. അവർ എണീറ്റിട്ടില്ല. ഉമ്പ്രു എണീറ്റിട്ടുണ്ട്, അയറുമ്മ എണീറ്റിട്ടില്ല. അയറുമ്മ ശരിക്കും പറഞ്ഞാൽ തൊട്ടാലാണ് നമ്മുടെ അടുത്ത് നിന്ന് എണീറ്റുപോലെ വേഗം എണീക്കും. ഇതിപ്പോൾ എണീറ്റ് വന്ന അപ്പം തന്നെ എനിക്ക് പറ്റണ പണികളൊക്കെ ചായ വെക്കുമ്പോൾ തന്നെ പുട്ട് വാട്ടാണ്ടെങ്കിൽ പുട്ട് വാട്ടും, അല്ലെങ്കിൽ വല്ല വേവിക്കാണ്ടെങ്കിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കും, അങ്ങനെയാണ്. അപ്പോൾ അത് വെള്ളയപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുളിച്ചൊക്കെ വന്ന് ഗ്രീൻ പീസ് കറിയും വെക്കാൻ ഓർത്തിട്ടുണ്ട്. അപ്പോൾ അതും വേവിക്കാനായിട്ടത്. അപ്പോൾ അയറുമ്മ കിടന്ന് ഉറങ്ങണേ ഉണ്ടായി. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒന്ന് പുതപ്പിട്ട് കൊടുത്തതാണ്. അപ്പോഴേക്കും അനങ്ങി അവിടെ. അപ്പോൾ ഞാൻ അവിടെ വന്ന് ഇരിക്കലും അയറുമ്മ എണീറ്റ് വന്നു. അപ്പോൾ ചായയും ചോദിച്ചിട്ടാണ് എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ അതേ അമ്മ അയറുമ്മാൻ്റെ ചായ ഇവിടെ ഇല്ല, അടുക്കളയിലാന്ന് പറഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് പോകാൻ നിൽക്കണേന്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഉമ്മി എടുത്തരാമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ എണീച്ച് വന്നപ്പോൾ തന്നെ പല്ലേപ്പിക്കാൻ കൊണ്ടുപോയി. പല്ലൊക്കെ തേച്ചിട്ട് ഇരുത്തിയേക്കണേ കേട്ടോ. ചായ ഇച്ചിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അവൾക്ക് അങ്ങനത്തെ കപ്പി കുടിക്കാനേ ഇഷ്ടം. അപ്പോൾ ഞാൻ ആറ്റിയായിട്ട് ഇത്തിരി ഒഴിച്ചാണ് കൊടുക്കാറ്. മഴ ആയതുകൊണ്ട് ഞാൻ നല്ല അടിപൊളി അഴയൊക്കെ ഹോളി കെട്ടി. ആര് വരാനാണ്, നമ്മുടെ വീട്ടിലാരും വരാറൊന്നുമില്ല പ്രത്യേകിച്ച്. എന്നാലും പിന്നെ ഉമ്മച്ചിയും വാജിയേ വരാറുള്ളൂ. പിന്നെ മഴയല്ലേ, എവിടെ വേണമെങ്കിലും ഞാൻ അഴ കെട്ടും. ഒന്നാമത് മക്കളുടെ ഉടുപ്പ്, അയറുവാണെങ്കിൽ അപ്പം ഉടുപ്പ് മാറ്റുന്ന ആളാണിപ്പോൾ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം, ഒരു തുള്ളി വെള്ളമായപ്പോൾ അവൾ മാറ്റും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉടുപ്പ് കണ്ടാൽ അത് മാറ്റിയിട്ട് വേറെ ഇടും. അത് പിന്നെ അലക്കാണ്ടിടണം, അവൾ തന്നെ കൊണ്ടുപോയി ബക്കറ്റിൽ കൊണ്ടിടും. അതുകൊണ്ട് പിന്നെ അത് അലക്കാണ്ട് വേറെ വഴിയില്ല. അപ്പോഴത്തേക്കും ഞാൻ ഗ്രീൻ പീസ് കറിയുടെ ഒപ്പം ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട്, സ്റ്റൂ അല്ല എന്നാലും അതിൻ്റെയൊക്കെ ഒരു മോഡലിലൊരു കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടില്ല, പച്ചമുളകും സവാളയും മാത്രം എടുത്തോളൂ. അപ്പോൾ ഇമ്പൂട്ട് പച്ചമുളക് എടുത്തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇമ്പൂട്ട് എടുത്തരാന്ന് പറഞ്ഞ് പോയി പിന്നെ കൊണ്ടുവന്ന് തന്ന് 2 ഇട്ടുള്ളൂ. ആ വയറൂനും കറിക്ക് എരിവത്ര വേണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. എന്ത് മഴയാണല്ലേ, രാവിലെ എണീക്കാൻ തന്നെ തോന്നൂല. ഇനി സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ എന്താവും എന്നറിയില്ല. ഇത് എനിക്ക് സ്പീഡ് ഉണ്ട് സവാള അരിയണേന്. എന്നാലും ഞാൻ സ്പീഡിൽ ഇട്ടേക്കണ കാരണം അതിൻ്റെ ഒരു ഇതും കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഗ്രീൻ പീസ് ആദ്യം ഉപ്പൊന്നും ഇട്ടില്ല, വെറുതെ വേവിച്ചെടുത്തായിരുന്നു. എന്ന് വെച്ചാൽ കിഴങ്ങിന് അത്ര വേവില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിച്ചുള്ളൂ. എന്നിട്ട് ആ കുക്കറിനെ ലാസ്റ്റ് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് 2 കഷ്ണം പട്ടയും 2 കഷ്ണം ഏലക്കയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയുള്ളൂ, ചെറുതായിട്ടൊന്ന് വഴറ്റി. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ആ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടായിരുന്നു ഒരുമിച്ച്. എല്ലാം അപ്പം സ്പീഡാണ് കേട്ടോ, എല്ലാം അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടായിരുന്നു. എനിക്ക് ഇന്നലെ എന്താ അറിയില്ല, ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് കണ്ണിനൊരു ചൊറിച്ചിൽ ഒരെണ്ണത്തിന്. അപ്പോൾ ഈ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെന്ന് ഓർത്ത് അതിനോടൊപ്പം തന്നെ ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട്, മഞ്ഞപ്പൊടി മാത്രമേ ഇടണുള്ളൂ, വേറെ മസാലകളൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ കറി പകുതിക്ക് വെച്ചിന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാക്കി പിന്നെ അയറൂന് എടുത്തുകൊണ്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ചെയ്യലും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അയറ് കുറച്ച് നേരം ഒന്ന് ഒക്കത്തിരിക്കും, അടുക്കളയിലിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അയറുമ്പിരിക്കുമ്പോൾ അയറുമാനെ ശ്രദ്ധിക്കണാറ്. ഞാൻ വേറെ ഒന്നും ശ്രദ്ധിച്ചാൽ വീഡിയോ എടുക്കാനായിട്ടൊന്നും തയ്യാറാവാറില്ല. എന്നുവെച്ചാൽ വീഡിയോ ശ്രദ്ധിച്ച് വരുമ്പോൾ ചിലപ്പോൾ അയറുമ്പോൾ എന്തൊക്കെ ഒപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് മെയിൻ കാരണം. അപ്പോൾ അത് ഞാൻ ആ ഗ്രീൻ പീസ് ഒന്നും കൂടെ ആവാനുണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം തന്നെ ഇട്ടു. അതും വേവിക്കാമെന്ന് വെച്ചത്. അയറുമ്മ ചായ എപ്പോഴും കുടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ക്ലാസ്സൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ കറിയുടെ ബാക്കി വീഡിയോ ഇല്ലയെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ വേവിക്കാൻ വെച്ചുള്ളൂ, അതിൻ്റെ ബാക്കി ഇല്ല എന്നാണ് പറഞ്ഞത്. അയറുമ്മ ക്ലാസ്സൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് തരും കേട്ടോ. അയറുമ്മക്ക് അങ്ങനെ സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ബാക്കി ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചായിരുന്നു. അതാണ് പറഞ്ഞത് ബാക്കി വീഡിയോ എടുത്തില്ല എന്ന്. പിന്നെ അതേ അവൾക്കൊരു മുട്ട ഉണ്ടെങ്കിൽ രാവിലെ നാസ്ത എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊടുക്കും. ഇപ്പോൾ കുറുക്ക് ഞാൻ പരമാവധി കുറച്ച് കൊണ്ട് തന്നെയാണ്, അവളൊന്നും കഴിക്കാത്തപ്പോൾ മാത്രമേ കുറുക്കുണ്ടാക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ അതേ എന്നെ തീറ്റിക്കാതിരിക്കണേ. ഞാൻ മൂന്നപ്പം എങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഞാൻ തിന്ന്, ഒരെണ്ണം ബാക്കി വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും അയറുമാകെ ഉമ്പ്രൂനെ കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചു. അപ്പോൾ അയറുമ്മ ഉമ്മി തിന്നെന്നും പറഞ്ഞ് തീറ്റിച്ചത്. അപ്പോൾ അതേ മഴയൊക്കെ പെയ്ത്, രാവിലെ തന്നെ മഴ പെയ്ത് കറണ്ട് പോയി കുറച്ച് നേരം. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകണം. ഇനി നല്ല നല്ല വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നല്ല കാറ്റും മഴയൊക്കെയാണ്. സ്കൂളൊക്കെ തുറക്കാൻ പോകണല്ലേ, അതിൻ്റേതായ ഓരോരോ ഇതൊക്കെ ഉണ്ട്. ഇത് ബുക്ക് മേടിക്കാനൊക്കെ ചെല്ലാൻ പറഞ്ഞതാണ്, പറ്റിയില്ല പോകാനായിട്ട്.
മഴ കാരണം ഇക്കിട്ടുണ്ടെങ്കിൽ പിന്നെ ബൈക്കിന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വേഗം വരാമെന്ന് വിചാരിക്കുക. പക്ഷെ ഇത് മഴയായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഇത് അയറുമായും അതിൻ്റെ ഒപ്പം പോയി നിൽക്കണേ മഴ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കും. മഴയൊക്കെയാണ്, സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. അയറുമതേ വന്ന് മഴ നനഞ്ഞെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതേ ഇരിക്കണേന്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഓക്കേ.